പ്രഗ്നൻസി കഴിഞ്ഞ് വയറ് കുറക്കാനും വെയിറ്റ് മാനേജ് ചെയ്യാനും എന്നെ സഹായിച്ച ഒരു ഡ്രിങ്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പൊ കണ്ടാലോ? ആദ്യം തന്നെ അടി കട്ടിയുള്ള ഒരു പാത്രം വേണം. ഞാൻ ഈ സ്റ്റീൽ പാത്രമാണ് യൂസ് ആക്കുന്നത്. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർ ഒന്ന് നോക്കിയേക്കണേ. ഇതിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ റാഗി പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ റാഗി പൊടിയാണ് ചേർക്കുന്നത്. ഇനി കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. വേണമെങ്കിൽ ഈ റാഗി പൊടി ലേശം വെള്ളത്തിൽ മാത്രം കലക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെള്ളത്തിന്റെ അളവ് അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം റാഗി ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടി പിടിക്കാനും അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനും ചാൻസ് കൂടുതലാണ്. ഈ ഡ്രിങ്ക് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് കുടിക്കുന്നുണ്ടേനും. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ തന്നെ ബെല്ലി ഫാറ്റും വയറും കുറയോ എന്നായിരുന്നു പ്രഗ്നൻസിക്ക് ശേഷം. എന്നാൽ ഇത് കുടിച്ചിട്ട് എനിക്ക് ഒരുവിധം നല്ല പോലെ വയറ് കുറയാൻ സഹായിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളെ ഫീഡിംഗ് മദേഴ്സിനും വളരെ ഹെൽത്തിയും കൂടിയാണ്. ഞാൻ വെയിറ്റ് ലോസിന് പറ്റിയ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെൽത്തി സാലഡ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിവിടെ ഞാൻ ഐ കാർട്ടിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. വളരെ ഹെൽത്തിയും ഫില്ലിങ്ങും ആയിട്ടുള്ള ഒരു സാലഡാണ്. നമ്മളെ റാഗി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടൊക്കെ മാറി വരട്ടെ. റാഗിന്റെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഒന്നാണിത്. പറ്റുവാണെങ്കിൽ ഡെയിലി റാഗി കുറുക്കി കൊടുക്കുന്നത് അവരെ ബോൺ സ്ട്രെങ്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഞാൻ ഈ ഡ്രിങ്കിന്റെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ. വെറും റാഗി കുറുക്ക് കൊടുക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. റാഗി ഇപ്പോൾ നല്ല പോലെ തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബ്ലെൻഡറിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ യൂസ് ആക്കുന്ന ബ്ലെൻഡറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഫൈബർ റിച്ച് ആൻഡ് അയൺ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഡേറ്റ്സ്. ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നട്ട്സ് പൗഡർ ആണേ. ഇതിൽ എല്ലാ നട്ട്സും ഉണ്ട്. അതായത് പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, ചിയ സീഡ്സ്, പിന്നെ ആൽമണ്ട്സ്, കാഷ്യൂ, അങ്ങനെ എല്ലാം ചേർത്ത് വീട്ടിൽ തന്നെ പൊടിച്ചതാണിത്. ഇനി വേണ്ടതാണ് ഒരു പഴം. റോബസ്റ്റ് ആയിരിക്കും നല്ലത്. എൻ്റെ ഇപ്പോൾ റോബസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞിപ്പഴമാണ് ഉപയോഗിക്കുന്നത്. നേന്ത്രപ്പഴം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇത് ഡെയിലി പറ്റുമെങ്കിൽ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ നട്ട്സ് ആൻഡ് സീഡ്സ് പൗഡർ ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. വളരെ ഫില്ലിംഗ് ആണ്. കൂടാതെ വെയിറ്റ് ലോസിന് നല്ല പോലെ ഹെൽപ്പ് ആക്കുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഫുഡ് റെസിപ്പി വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ശരി.